നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ മെസ്സേജ് ചാടി വെള്ളത്തിൻ്റെ അകത്ത് വീണ് വെള്ളത്തിൽ കൂടി നീന്തി വേറൊരാളുടെ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച ആളുടെ ഫോണിൻ്റെ അകത്ത് പോയി കയറും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനിത് എന്ത് പൊട്ടത്തരോ പറയുന്നതെന്ന്. ടു ബി ഓണസ്റ്റ്, ദിസ് ഈസ് ഹൗ ഇൻ്റർനെറ്റ് വർക്ക്സ്. നിങ്ങൾ വിചാരിക്കും പോലെ സാറ്റലൈറ്റ്, ടവർ ഇതൊന്നും അല്ല ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് ഈസ് ഓൾ അബൌട്ട് കേബിൾ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദ ഗ്ലോബൽ വെബ്, അതായത് രാജ്യങ്ങളെയും മനുഷ്യരെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ദ സോ കോൾഡ് ഇൻ്റർനെറ്റ്. ഇതിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യാനുള്ളത് എങ്ങനെയെന്നറിയോ? നിങ്ങൾ ചിലപ്പോൾ ഈ ലോകത്തുള്ള എയർലൈൻ നെറ്റ്വർക്കിൻ്റെ മാപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് കുറേ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇതൊന്ന് ഇമാജിൻ ചെയ്യുക വെള്ളത്തിൻ്റെ അടിയിൽ, അതായത് കടലിൻ്റെ അടിയിൽ. യെസ്, 1.4 മില്യൺ കിലോമീറ്റേഴ്സ് ലെങ്ത് ഉള്ള ഒപ്റ്റിക് ഫൈബർ കേബിളുകളാണ് ഈ ഇൻ്റർനെറ്റ് എന്ന പേരിൽ ഈ ലോകങ്ങളെയും രാജ്യങ്ങളെയും കോണ്ടിനെൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ കേബിളിനെ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4 തവണ ഭൂമിനെ നമുക്കിങ്ങനെ ചുറ്റാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഭൂമി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയർ വെച്ചിട്ട് നമ്മൾ ചുറ്റൂലേ, അതേപോലെ 4 തവണ ഭൂമിനെ മൊത്തം ചുറ്റാം. ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഈ സാറ്റലൈറ്റിൽ നിന്ന് നെറ്റ്വർക്ക് ടവറിലോട്ട് വരുന്നു, അവിടെ നിന്ന് നമ്മുടെ ഫോണിലേക്ക് വരുന്നു. അങ്ങനെയല്ല. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ ഇതൊക്കെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നതെന്ന്? നമ്മുടെ കടലിൻ്റെ അടിയിൽ ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ടൈനി കേബിൾസ് ഉണ്ട്. ഈ കേബിളിൻ്റെ കട്ടി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിനാരിനേക്കാളും ചെറുത്. സാറ്റലൈറ്റ് ഈ ഭാഗത്ത് വരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എങ്ങാനും ഈ കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സാറ്റലൈറ്റിനെ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ കുറേ യൂസസ് ആണ് സാറ്റലൈറ്റിനുള്ളത്. ആൻഡ് സാറ്റലൈറ്റ് ഭയങ്കര സ്ലോയുമാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. 1858 ആദ്യത്തെ കേബിള് അറ്റ്ലാന്റിക് ഓഷൻ്റെ അടിയിൽ കൂടി ഇവർ വലിച്ചത്. അത് ആക്ച്വലി ടെലിഗ്രാഫ് അയക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും ടെലിഗ്രാഫ്. ഇപ്പോഴുള്ള ജെൻസി പിള്ളേർ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ഈ ഇട്ട കേബിളിൻ്റെ അകത്തുകൂടി ഒരു ടെലിഗ്രാഫ് മെസ്സേജ് ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് എത്താനായിട്ട് 17 മണിക്കൂർ എടുത്തു. ഇന്നത്തെ കാലത്ത് ആ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ, ഒരു ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും കേബിൾസിൽ കൂടി ഇൻ്റർനെറ്റ് വർക്കാവുന്നതെന്ന്. അങ്ങനെയല്ല. 99% ഓഫ് ഇൻ്റർനാഷണൽ ഇൻ്റർനെറ്റ് ട്രാഫിക്കും കേബിൾസ് വഴിയാണ് പോകുന്നത്. കാനഡയിൽ ഇരുന്ന് ചെയ്തിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന കേബിളിലൂടെയാണ്. ഇപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഇത് ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഈ ഡേറ്റ ട്രാവൽ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഇത് പടപടാന്ന് പോകുന്നുണ്ടല്ലോ, ഇതെങ്ങനെയാണ് പോണേ? സോ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഈ പറയുന്ന മുടിനാരിനേക്കാളും ചെറുതായിട്ടുള്ള ഒപ്റ്റിക് ഫൈബർ കേബിൾസ് ഒരു സെക്കൻഡിൽ ടെറാബൈറ്റ്, ഹൺഡ്രഡ്സ് ഓഫ് ടെറാബൈറ്റ് ഡേറ്റാസ് ആണ് ട്രാവൽ ചെയ്യിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതെങ്ങനെ ആക്ച്വലി വർക്ക് ആവുന്നത്? ഒരു മെസ്സേജ് ആയിരിക്കും പടപടാന്ന് പോകുന്നുണ്ടല്ലോ, ഇതെന്താണ്, ഈ ഡേറ്റ എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്? ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അയക്കുന്നത്, നമ്മൾ ഹേ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പിക്ചർ എടുത്ത് അയക്കുന്നുണ്ടെങ്കിൽ ഈ പിക്ചറിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഡേറ്റയിലേക്ക് ആക്കിയാലേ ഇത് ട്രാവൽ ചെയ്ത് വേറൊരു രാജ്യത്തും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും ഇരിക്കുന്ന ആളുകളുടെ ഫോണിലേക്ക് എത്തുള്ളൂ, അല്ലേ? ആക്ച്വലി ഈ പറയുന്ന ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ ക്യാരി ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ലൈറ്റാണ്, അതായത് ലേസർ ലൈറ്റ്സ്. നിങ്ങൾ അയക്കുന്ന ഈ ടെക്സ്റ്റുകളും ഫോട്ടോസും ഓഡിയോസും കാര്യങ്ങളെല്ലാം ഒരു പൾസ് ഓഫ് ലേസർ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന തിന്നായിട്ടുള്ള ഒപ്റ്റിക് ഫൈബർ കേബിളിലൂടെയാണ് പോകുന്നത്. ഈ ഒപ്റ്റിക് ഫൈബർ കേബിൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് വളരെ തിന്നായിട്ടുള്ള ഒരു ലൈൻ ഓഫ് ഗ്ലാസ് ട്യൂബാണത്. ബട്ട് വെരി ഫ്രജൈൽ, എപ്പോൾ വേണോ പൊട്ടാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒപ്റ്റിക് ഫൈബർ കേബിൾ എടുക്കുമ്പോൾ സ്പ്ലൈസിങ് എന്ന് പറഞ്ഞിട്ടൊരു ആൾ വന്നിട്ട് ഒരു മെഷീനൊക്കെ കൊണ്ടുവച്ച് അതിനെ വെട്ടാറുണ്ട്. ആ വെട്ടുന്ന സമയം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിങ്ങൾ പലയിടത്തായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും ലൈറ്റ് ലൂസസ് സ്ട്രെങ്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. എല്ലാ 50 മുതൽ 100 കിലോമീറ്ററിൻ്റെ അകത്തും ഓരോ അണ്ടർ വാട്ടർ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. അതായത് ഈ കേബിൾ ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ കടലിൻ്റെ അടിയിൽ കൂടിയാണ്. ഈ അണ്ടർ വാട്ടർ റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സൂപ്പർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകളാണ്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നിന്ന് ഒരു ഡേറ്റ അയച്ചു, 100 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രെങ്ത് കുറയാൻ തുടങ്ങും. ആ സ്ട്രെങ്ത് കുറയാതിരിക്കാനായിട്ട് ഈ റിപ്പീറ്റേഴ്സ് എന്ത് ചെയ്യും? ഈ സിഗ്നലിനെ റീചാർജ് ചെയ്ത് വിടും. അങ്ങനെ റീചാർജ് ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഫോട്ടോ അറ്റ്ലാന്റിക് ഓഷൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ്റെയോ ഏതെങ്കിലും ഭാഗത്ത് കിടക്കും, അയച്ചാൾക്ക് കിട്ടൂല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ അയച്ച ഡേറ്റ ഒരിടത്ത് പോയി ലാൻഡ് ചെയ്യണ്ടേ? ഇപ്പം US നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഫോട്ടോ അയച്ചതായാലും അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതായാലും എല്ലാം ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് പോകണ്ടേ? ഈ പറയുന്ന സിഗ്നൽസ് എല്ലാം കൂടി ഓരോ ലാൻഡിങ് സ്റ്റേഷൻസിലായിരിക്കും വന്നെത്തുക. ഈ ലാൻഡിങ് സ്റ്റേഷൻസ് പൊതുവെ ഏതെങ്കിലും ഒരു ബീച്ച് സൈഡ് ആയിരിക്കും വരിക. നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മുംബൈയിലാണ് ഈ ലാൻഡിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഫ്രാൻസിൽ മെർസിലെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. അതുപോലെ തന്നെ US നോക്കിക്കഴിഞ്ഞാൽ വെർജീനിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ ലാൻഡിംഗ് സ്റ്റേഷൻ നാഷണൽ ഫൈബർ നെറ്റ്വർക്കിലേക്ക് പ്ലഗ് ചെയ്യും.
നാഷണൽ ഫൈബർ നെറ്റ്വർക്കിൽ നിന്ന് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഉണ്ടല്ലോ, ജിയോ ആവട്ടെ, ഐഡിയ ആവട്ടെ, വോഡഫോൺ ആവട്ടെ, അവിടെ ഏതൊക്കെയുള്ളത്, ബെല്ലാവട്ടെ, ഏത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണോ അവരിൽ നിന്ന് നിങ്ങളുടെ വൈഫൈ റൂട്ടറിലേക്ക് എത്തും. ആ വൈഫൈയിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് എത്തും, നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് എത്തും, പലയിടത്തായിട്ട് എത്തും. ഇതേ സെയിം പ്രോസസ്സാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ സിമ്മിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ. ബട്ട് കുറച്ചുകൂടി പ്രോസസ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ കൂടി ചെയ്യാം. 2008 ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ഉണ്ടായി. 70% ഓഫ് ഇന്ത്യയുടെ ഇൻ്റർനെറ്റ് ട്രാഫിക്കും സ്റ്റക്കായിപ്പോയി, അല്ലെങ്കിൽ നിന്നുപോയി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൽ MEWE4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേബിൾ പൊട്ടിപ്പോയി. ആ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ നന്നാക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ആ സമയത്ത് എന്ത് പറ്റി? ഇന്ത്യയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സർവീസ് കട്ട് ഡൗൺ ആയി. ടെക്നിക്കലി ലോകം അവസാനിക്കപ്പോൾ ഒരു എർത്ത് അല്ലെങ്കിൽ ഒരു സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ളവർക്ക് ലാസ്റ്റ് ഉമ്മ കൊടുക്കാൻ ടൈം ഉണ്ടായെന്ന് വരില്ല, ഉമ്മ പോകാൻ ചാൻസ് ഇല്ല. ഇനി പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. കുറേ പേര് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ സാറ്റലൈറ്റിൽ നിന്നാണ് നമ്മുടെ ഫോണിലേക്ക് പെട്ടെന്ന് ഇൻ്റർനെറ്റ് വരുന്നത് എന്നുള്ളത്. സാറ്റലൈറ്റ് ഒരു എമർജൻസി ബാക്കപ്പ് സോഴ്സ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിപ്പുകൾക്ക്, ഫ്ലൈറ്റുകൾക്ക്, അതുപോലെ തന്നെ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിരിക്കും ഈ പറയുന്ന സാറ്റലൈറ്റ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കരയിൽ നിന്ന് ഏകദേശം 35,000 മുതൽ 40,000 കിലോമീറ്റർ അപ്പുറയാണ് ഉള്ളത്. അപ്പോൾ ഒരു സിഗ്നൽ സാറ്റലൈറ്റിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് പിങ് ചെയ്യാനായിട്ട് 600 മില്ലി സെക്കൻഡ്സ് എങ്കിലും മിനിമം എടുക്കും. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി അടുത്താണ്, ഭൂമിയായിട്ട് അടുത്താണുള്ളത്. അത് ലേറ്റൻസി ഒരു 30-40 മില്ലി സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാവും. ബട്ട് നമുക്കൊരിക്കലും എല്ലാവർക്കും ആക്സസിബിൾ അല്ലാതെ. ഈ കാരണം കൊണ്ടാണ് നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടും ഫീൽ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലത്തെ വൈഫൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ടോക്കും യൂട്യൂബും എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് ലോഡാവുന്നത്. ഇനിയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള റിസ്ക്. ഈ കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന കേബിൾസിനെല്ലാം ഒരുപാട് റിസ്ക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ എർത്ത് ലാൻഡ് സ്ലൈഡ്, അതുപോലെ തന്നെ ഷാർക്സ് ഈ കേബിളിനെയൊക്കെ കടിച്ച് പൊട്ടിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഈ കേബിൾസിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസിനെ ഷാർക്ക് വിചാരിക്കുന്ന എന്താണ്, ഷാർക്ക് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് പ്രേ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഷാർക്ക് വിചാരിക്കുക അതിൻ്റെ തിന്നാനുള്ള എന്തോ സാധനം പോയി കടിച്ചങ്ങ് പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറേ സ്റ്റോറീസ് ലൈക്ക് വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ഷിപ്പുകളിൽ നിന്നുള്ള ആങ്കേഴ്സ് വന്ന് ഇതിനെ പൊട്ടിച്ച് കളയുന്നത്. ഇപ്പോൾ പൊട്ടിച്ച് കളയുന്നതുമല്ല, ഈ പൊട്ടിച്ച് കളഞ്ഞ സാധനത്തിനെ നന്നാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടുള്ളതും എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പലുണ്ടാവും. അത് വന്ന് ഈ കേബിൾ എവിടെയാണോ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ആയത് അവിടെ നിന്ന് പൊക്കിയെടുത്തതിന് ശേഷം സ്പ്ലൈസ് ചെയ്ത് നന്നാക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചിടും. അപ്പോഴാണ് ഇൻ്റർനെറ്റ് തിരിച്ചു വരിക, അല്ലെങ്കിൽ ഫാസ്റ്റ് ആവുക. ഈ ഒപ്റ്റിക് ഫൈബർ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് മൊത്തത്തിൽ ഇല്ലാണ്ടാവത്തൊന്നുമില്ല, ഭയങ്കര സ്ലോ ആയിരിക്കും, കണക്ഷൻ കിട്ടാതെ ആവുക, അങ്ങനെയുള്ള ഇഷ്യൂസസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു തിൻ ഗ്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫ്രജൈലാണ്, പെട്ടെന്ന് പൊട്ടും. 2002 ടോങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വന്നിട്ട് കേബിൾസ് മൊത്തം പൊട്ടിപ്പോയി. ആ ഒരു രാജ്യം മൊത്തവും 4 ആഴ്ചത്തേക്ക് ഓഫ്ലൈൻ ആയിരുന്നു. നോ ഇൻ്റർനെറ്റ് സർവീസ് ഓർ ഇൻ്റർനെറ്റ് കണക്ഷൻ അറ്റ് ഓൾ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മെസ്സേജ് ഒരു മുടിനാരിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കേബിളിൻ്റെ അകത്തുകൂടി ലൈറ്റായിട്ട് പോയി ട്രാവൽ ചെയ്ത് ഒരിടത്ത് പോയി എത്തുവാണ്. മില്ലി സെക്കൻഡ്സിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മേ ബി ഈ കാര്യങ്ങളൊന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. ബട്ട് ഇൻ്റർനെറ്റ് ഇത്രയും എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് യു ഗൈസ് ഷുഡ് നോ ഹൗ ദിസ് ഇൻ്റർനെറ്റ് സർവീസ് ആൻഡ് ഒപ്റ്റിക് ഫൈബർ കേബിൾ വർക്ക്സ്. അത്ര മാത്രമേ എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.